Hi friends, once again welcome back to our channel Air Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പലരും കമന്റുകളായി അവിടെ ഡൗട്ട്സുകൾ ചോദിച്ചിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഡൗട്ടുകൾ എപ്പോഴും ഉണ്ടായത് ഒരു കുട്ടിക്ക് ഡൗട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ആ കുട്ടിയുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾക്ക് ഒരു ഡൗട്ട് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഈ ഡൗട്ടുകൾ നമുക്ക് ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നെങ്കിലും ടീച്ചറോട് ചോദിക്കും, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, അതല്ലെങ്കിൽ നമുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പോയി അവിടെ ചോദിക്കും. നമ്മൾ എവിടെ ചോദിച്ച് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്താലും ശരി, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അങ്ങനെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ബൈ ഹാർട്ട് ചെയ്താണ് പഠിക്കുന്നെങ്കിലോ ആ ഒരു വേ ഓഫ് അപ്രോച്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മുടെ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ടാലി ആവുന്നുണ്ടോ, രണ്ടും എഗ്രി ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ പാസ്ബുക്കും ഇത് രണ്ടും കമ്പയർ ചെയ്ത് ഇതിലുള്ള ഡിഫറൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഒറ്റ വാക്കിൽ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ടു ബ്രിങ് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ദി പാസ്ബുക്ക് ബാലൻസ്. നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസുമായി ടാലി ആക്കുന്നതിന് വേണ്ടി ആണ് എന്ത് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ട്രേഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബാങ്കും ക്യാഷ് ബുക്കും ഇത് രണ്ടും ടാലി ആണോ എന്ന് അദ്ദേഹത്തിന് അറിയേണ്ടി വരും. ഇത് അറിയുന്നതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം അടുത്തതായി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നോക്കാം. ആദ്യമായി പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റാം. ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ ഒമിറ്റ് ചെയ്യാം, നമ്മൾ ചിലപ്പോൾ എൻ്റർ ചെയ്യാൻ വിട്ടുപോകാം. അങ്ങനെ പല തെറ്റുകളും നമുക്ക് വരാം. അങ്ങനെ വരുന്ന തെറ്റുകളെ നമുക്ക് നേരത്തെ കൂട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് എനി അൺഡ്യൂ ഡിലേ ഇൻ ക്ലിയറൻസ് ഓഫ് ചെക്സ്. ഇൻ കേസ് നമ്മളൊരു ചെക്ക് പ്രസൻറ്റ് ചെയ്തു, ആ ചെക്ക് ക്ലിയറിങ്ങിന് പോയി 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ ആ ചെക്ക് ക്ലിയറായി വന്നാൽ മതി. അത് കഴിഞ്ഞും ആ ചെക്ക് ഡിലേ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഒരു 3, 4, 5 ദിവസമായി. അപ്പോൾ അതിന് എന്ത് ആക്ഷനാണോ നമുക്ക് എടുക്കേണ്ടത് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡിസ്കറേജസ് ദി അക്കൗണ്ടൻറ്റ് ഫ്രം എംബസൽമെൻറ്റ്. നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ പ്രിപ്പയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിലെ ബാലൻസ് ആണോ ബാങ്കിലുള്ളത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ചില അക്കൗണ്ടൻസിന് അത് എന്ത് ചെയ്യാൻ സാധിക്കും? മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വീക്കിലിയോ ഡെയിലിയോ മന്ത്ലിയോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഈ എംബസൽമെൻറ്റിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ആക്ച്വൽ പൊസിഷൻ ഓഫ് ദി ബാങ്ക് ബാലൻസ്.
ഇപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമുക്കൊരു ബാലൻസ് ഉണ്ടാവും, പക്ഷേ അതായിരിക്കണമെന്നില്ല നമ്മുടെ പാസ്ബുക്കിലെ ബാലൻസ്. പക്ഷേ നമ്മൾ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇപ്പോൾ ബാങ്കിൽ എത്ര ഫണ്ടുണ്ട്, നമ്മുടെ ഫണ്ടിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് റൂൾസ് നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഓർത്തെടുക്കാം. അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് പറയും, അസറ്റ് ഉണ്ട്, നമുക്ക് ലയബിലിറ്റി ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലും ഉണ്ട്. ഈ 5 കാറ്റഗറിയാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഈ 5 കാറ്റഗറിക്കും ഈ 5ൻ്റേതായ ഒരു ഐഡിയൽ ബാലൻസ് എപ്പോഴും ഉണ്ടാവും. അതായത് നമുക്ക് അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അതിനൊരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. ഒരു ഡെബിറ്റിന് ഈക്വലൻ്റ് ആയ ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഈ 5 ഐറ്റം, അതായത് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ, ഇതിനോരോന്നിനും അതിൻ്റേതായ ഐഡിയൽ ബാലൻസുകളുണ്ട്. അതിൽ ഇൻക്രീസും ഡിക്രീസും വരുന്നതിനനുസരിച്ചാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എൻട്രികൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അസറ്റിൻ്റെ ഐഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ അസറ്റിന് ഒരു ഇൻക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അതിന് ഏതാണോ ഐഡിയൽ ബാലൻസ് അത് തന്നെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്താലും സംഭവിക്കുന്നത്. ഓക്കെ, ഈ 5 ഐറ്റത്തിലും അതിൻ്റെ ഐഡിയൽ ബാലൻസ് എന്താണോ ആ ബാലൻസ് തന്നെ ആയിരിക്കും അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ 5 ഐറ്റവും ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒരു അസറ്റ്, ഈ അസറ്റിന് ഐഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റാണ്. അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു അസറ്റാണ് നമുക്ക് നിലവിൽ ഇന്ന് വരെ ഉള്ളത്. 1 ലക്ഷം രൂപയുടെ ഒരു അസറ്റ് കൂടി ഒരു കമ്പനി വാങ്ങുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ഇൻക്രിമെൻ്റ് വരികയാണ് ചെയ്യുന്നത്, ഒരു ഇൻക്രീസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആ കമ്പനി 10 ലക്ഷം രൂപ വിലയുള്ള ഒരു അസറ്റ് അതിനെ വിൽക്കുകയാണെങ്കിൽ, അതിന് സെയിൽ നടത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ അത് ഡിക്രീസാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആ അസറ്റ് സെയിൽ നടത്തുമ്പോൾ, സെൽ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഡിക്രീസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലയബിലിറ്റി ഐഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റാണ്. നമുക്കൊരു ബാങ്ക് ലോൺ ഉണ്ട്, 5 ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ലോൺ ഉണ്ട്. നമ്മളൊരു 2 ലക്ഷം രൂപയ്ക്ക് കൂടി ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ലോൺ എന്തായി, 7 ലക്ഷം രൂപയായി. അപ്പോൾ നമ്മുടെ ലോൺ കൂടി, നമ്മുടെ ലയബിലിറ്റി കൂടി. അങ്ങനെ ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ലയബിലിറ്റിക്ക് ഐഡിയൽ ബാലൻസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്കുള്ള ഈ 5 ലക്ഷം ലോണിൽ നിന്ന് നമ്മളൊരു 3 ലക്ഷം രൂപ ലോൺ റീപേയ്മെൻറ്റ് നടത്തി. അങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയുകയാണ് ചെയ്തത്. അങ്ങനെ ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് എക്സ്പെൻസിൻ്റെ ഐഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റാണ്. ഒരു എക്സ്പെൻസ്, സപ്പോസ് നമ്മളിപ്പോൾ സാലറി, എല്ലാ മാസവും ഒരു കമ്പനി സാലറി കൊടുക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ മാസം കൊടുത്ത സാലറി 1 ലക്ഷം രൂപ. ഈ മാസം വീണ്ടും ഒരു 25,000 രൂപ സാലറി കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സാലറിയുടെ 1 ലക്ഷം എന്നുള്ളത് 1,25,000 എന്നുള്ള ഫിഗറിലേക്ക് മാറി. സാലറിക്ക് ഐഡിയൽ ബാലൻസ് ഡെബിറ്റ് ആയതുകൊണ്ട് ആ ഇൻക്രീസ്
വന്ന ഫിഗർ 25,000 നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ. അതുപോലെ എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. അതുപോലെ ഇൻകത്തിൻ്റെ ഐഡിയൽ ബാലൻസ് ക്രെഡിറ്റ് ആണ്. ഇൻകം നമുക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൂടുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം കുറയുകയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. ക്യാപിറ്റലിൻ്റെ ഐഡിയൽ ബാലൻസ് ക്രെഡിറ്റ് ആണ്. അഡീഷണലി ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഒരു കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ക്യാപിറ്റൽ വീണ്ടും ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അവിടെ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിൻ്റെ ഐഡിയൽ ബാലൻസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി അതല്ല ഡിക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ നോക്കാം. ഒരു ബിസിനസ് എൻറ്റിറ്റി 1,00,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ 1,00,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതൊരു അസറ്റായിരിക്കും. അവർ നിലവിലുള്ള അസറ്റിൽ ഒരു ഇൻക്രീസ് കൂടി വരും. ഓക്കെ. പക്ഷേ നമ്മളത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ബാങ്കിനെ സംബന്ധിച്ച് അതെന്താണ്, അതൊരു ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് ആ തുക നമുക്ക് തിരിച്ച് നൽകാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് അതൊരു അസറ്റും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണോ ഇവിടെ ബാങ്കാണ്, ബാങ്കിന് അതൊരു ലയബിലിറ്റിയും ആയിരിക്കും. ഓക്കെ. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് കാണിച്ചു എന്ന് മാത്രം. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ 2 തരം ബാലൻസുകൾ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് ഫേവറബിൾ ബാലൻസും ഒന്ന് അൺഫേവറബിൾ ബാലൻസും. ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. പാസ്ബുക്കിനെ സംബന്ധിച്ച് ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പാസ്ബുക്കിനെ സംബന്ധിച്ച് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ അൺഫേവറബിൾ ബാലൻസ് സംഭവിക്കുന്നത് എപ്പോഴാണ്, നമ്മളൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ അൺഫേവറബിൾ ബാലൻസ് സംഭവിക്കുന്നത്. അതായത് ഒരു നല്ല കസ്റ്റമർ ആണെങ്കിൽ ബാങ്ക് ആ കസ്റ്റമർക്ക് ഒരു എന്ത് കൊടുക്കും, അവർക്കൊരു ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾ നിലവിലുള്ള ബാലൻസിൽ നിന്നും കൂടുതലായിട്ട് വിഡ്രോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ബാങ്ക് ആ കസ്റ്റമർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നിലവിൽ നമുക്ക് 1,00,000 രൂപയാണ് ബാലൻസ് എങ്കിൽ നമുക്ക് 1,50,000, സപ്പോസ് 50,000 രൂപയാണ് അവർ ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് 1,50,000 രൂപ വരെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരികയാണ്, അവർ പ്രിവിലേജ് നമുക്ക് തരികയാണ്. അങ്ങനെ തരുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമുക്ക് തന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സംഭവിക്കുക, അൺഫേവറബിൾ ബാലൻസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുക. അതായത് പാസ്ബുക്കിനെ സംബന്ധിച്ച് അത് ഡെബിറ്റ് ബാലൻസും ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് അത് ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഓക്കെ. നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. നമ്മളൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണം, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ ഇന്ന ഡേറ്റ്. നമ്മളിപ്പോൾ ഒരു 31 മാർച്ച് വെച്ചിട്ടൊരു ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 31 മാർച്ച് അവിടെ ഇയറും കൊടുക്കണം. ഓക്കെ. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊന്നുകിൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പാസ്ബുക്കിലെ ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഏത് ബാലൻസ് വെച്ച് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബാലൻസ് ആസ് പെർ
ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. നമ്മൾ ഏത് ഡേറ്റിലെയാണോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, സപ്പോസ് 31/3/2020 ഈ ഡേറ്റിലെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റിലെ ക്യാഷ് ബുക്കിലെ ബാലൻസ് നമ്മൾ എഴുതുക. ഓക്കെ. അതിനുശേഷം ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടെത്തണം. ആഡ് എന്ന് എഴുതി കുറച്ച് സ്പേസ് വിടുക, അത് കഴിഞ്ഞിട്ട് ലെസ് എന്ന് എഴുതി കുറച്ച് സ്പേസ് വിടുക. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ബാങ്ക് പാസ്ബുക്കും ക്യാഷ് ബുക്കും കമ്പയർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് അഡീഷനാണോ അതോ ഡിലീഷനാണോ വേണ്ടത്, ഇത് രണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും. അതിനാണ് നമ്മൾ സ്പേസ് വിടുന്നത്. അതിനുശേഷം താഴെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമ്മൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് താഴെ കൊടുക്കണം. അതിന് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതിയിട്ട് പാസ്ബുക്കിലെ 31/3/2020 ആ ഡേറ്റിലെ പർട്ടിക്കുലർ ഡേറ്റിലെ ബാലൻസ് അവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ മുകളിൽ നമ്മൾ 1,00,000 രൂപയാണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ താഴെ പാസ്ബുക്കിൽ 1,20,000 ആണെങ്കിൽ ആ 20,000 രൂപയ്ക്കുള്ള റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഈ രണ്ട് പാസ്ബുക്കും ക്യാഷ് ബുക്കും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഈ പാസ്ബുക്കും ക്യാഷ് ബുക്കും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല ഡിഫറൻസുകളും കാണാം. ആ ഡിഫറൻസുകളുടെ റീസൺ ചിലപ്പോൾ എന്തായിരിക്കും? ചിലത് ടൈമിംഗ് ഡിഫറൻസ് അതുകൊണ്ട് വരാം, ചിലത് ഡിഫറൻസ് ഡ്യൂ ടു എറേഴ്സ് ഇൻ എൻട്രീസ്, അങ്ങനെയും സംഭവിക്കാം. ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് നമുക്ക് ഒരു മന്ത് എൻഡിൽ 31 ഓഗസ്റ്റ് സപ്പോസ് നമ്മൾ ആ ഡേറ്റ് എടുക്കുക. ആ ഡേറ്റിൽ പാസ്ബുക്ക് നമുക്ക് അവൈൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ പാസ്ബുക്കിൻ്റെ അവൈലബിലിറ്റി ഡിലേ വരുന്നതുകൊണ്ട് നമ്മൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ 2 ദിവസം വൈകി, അല്ലെങ്കിൽ ഒരാഴ്ച വൈകി, അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും എററായിരുന്നു, നമുക്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു ഡിലേ വരും. ആ ഡിലേനെ അത് നമ്മൾ എന്തിൽ കാറ്റഗറൈസ് ചെയ്യും? നമ്മളത് ടൈമിംഗ് ഡിഫറൻസിൽ കാറ്റഗറൈസ് ചെയ്യും. പിന്നെ സംഭവിക്കാവുന്നത് ഡ്യൂ ടു എറേഴ്സ് ഇൻ എൻട്രീസ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റിപ്പോയി, ഒരു എൻട്രി തെറ്റിപ്പോയി. നമുക്ക് 2 ബാങ്ക് ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് ഫെഡറൽ ബാങ്കിൽ തന്നെ നമുക്ക് 2 സ്ഥലത്ത് അക്കൗണ്ട് ഉണ്ട്. അദ്ദേഹം എൻ്റർ ചെയ്തപ്പോൾ ആക്ച്വലി സെലക്ട് ചെയ്യേണ്ട ബാങ്കിന് പകരം മറ്റേ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ഈ ബാങ്കിൻ്റെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ടാലി ആവാതെ വരും. അങ്ങനെ ഹ്യൂമൻ എറേഴ്സ് പലതും സംഭവിക്കാം. അപ്പോൾ എറേഴ്സ് കൊണ്ടും എൻട്രീസിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് കൊണ്ടും എന്ത് സംഭവിക്കാം? ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരാം. ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും ടാലി ആവാതെ വരാം. ഓക്കെ. ഇനി ഈ ഡിഫറൻസുകൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത്, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഈ കേസിൽ നമ്മളൊരു ചെക്ക്, അതായത് നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. ആ പേയ്മെൻറ്റ് നമ്മൾ ചെക്ക് മുഖേന നടത്തുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് മുഖേന ഒരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യും. ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് അതെന്താണ്? ആ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു, നമ്മളത് റെക്കോർഡ് ചെയ്യും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പാർട്ടി, നമ്മൾ ഇന്ന് ചെക്ക് കൊടുത്തു, അദ്ദേഹം ഇന്ന് തന്നെ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ ആണ് ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. കാരണം ചെക്കിന് 3 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ
അദ്ദേഹം ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു, നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയും. പക്ഷേ അദ്ദേഹം ആ ചെക്ക് പ്രസൻറ്റ് ചെയ്യാത്തിടത്തോളം കാലം പാസ്ബുക്കിലെ ബാലൻസ് അത് അങ്ങനെ തന്നെ നിൽക്കും, ഒരിക്കലും അത് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അക്കൗണ്ട് ചെയ്യേണ്ടത്, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിന് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ക്യാഷ് ബുക്ക് നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത്, പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. കാരണം നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ കുറഞ്ഞിരിക്കുന്ന ക്യാഷ് ബുക്കിൽ നിന്ന് കൂടിയിരിക്കുന്ന പാസ്ബുക്കിൻ്റെ ബാലൻസിലേക്ക് നമുക്ക് എത്തുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞിടത്ത് നിന്നും കൂടിയിടത്തേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അതായത് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് എന്ന് എഴുതിയ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് എന്ന് എഴുതിയതിൻ്റെ താഴെയായിരിക്കണം ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത കേസ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. ഒരു കസ്റ്റമർ നമുക്ക് ചെക്ക് തന്നു, നമ്മൾ ചെക്ക് എന്ത് ചെയ്തു, നമ്മൾ കളക്ട് ചെയ്തു, നമ്മളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് കളക്ട് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ആ ചെക്കിൻ്റെ ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്ക് അവർ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിചാരിക്കുക. കസ്റ്റമർ നമുക്ക് തന്ന ചെക്ക് ചിലപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ആയിരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെക്ക് കിട്ടി, നമ്മളത് എന്ത് ചെയ്യുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ചെക്ക് ക്ലിയറിങ്ങിന് പോയിട്ട് വേണ്ടി വരും എന്ത് സംഭവിക്കാൻ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവാൻ. അപ്പോൾ അതിനൊരു ഡിലേ വരും, അവിടെ 2-3 ദിവസത്തെ ഒരു ഡിലേ വരും. അപ്പോൾ ആ ഡിലേ ഉള്ളതുകൊണ്ടാണ് ഈ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി, അതിനെ സംബന്ധിച്ച് നമുക്ക് റെസീറ്റ് കിട്ടിയതിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പാസ്ബുക്ക് ബാലൻസ് കുറവായിരിക്കും. കാരണം ആ ചെക്ക് ക്ലിയറായി വന്നതിന് ശേഷം മാത്രമായിരിക്കും പാസ്ബുക്കിൽ അത് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. നമുക്ക് എവിടേക്കാണ്ട് നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി നിൽക്കുന്നു, നമുക്ക് കുറഞ്ഞിടത്തേക്കാണ് എത്തേണ്ടത്, പാസ്ബുക്കിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ലെസ് എന്ന് എഴുതിയതിൻ്റെ താഴെ ആയിരിക്കണം ഈ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്നൊരു ഐറ്റം വന്നു കഴിഞ്ഞാൽ, ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദി ബാങ്ക്. നമുക്ക് ഹ്യൂജ് ഡെപ്പോസിറ്റൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി നമുക്ക് ഇൻട്രസ്റ്റൊക്കെ ക്രെഡിറ്റ് ആവാം. അങ്ങനെ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച്, ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ നമുക്കത് അറിയില്ല. ഇൻട്രസ്റ്റ് എത്ര എമൗണ്ട് ആണെന്നോ അത് എന്നാണ് ക്രെഡിറ്റ് ആയത് നമുക്ക് അറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് നമുക്ക് അറിയാത്തിടത്തോളം കാലം അത് പാസ്ബുക്കിൻ്റെ ബാലൻസ് ആയിരിക്കും എപ്പോഴും കൂടി നിൽക്കുക. കാരണം ഇൻട്രസ്റ്റ്, ബാങ്ക് നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ പാസ്ബുക്കിൽ ബാങ്കിനെ സംബന്ധിച്ച് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ബുക്ക് ലഭിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് വൈകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻട്രസ്റ്റ് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കിയ ഈ ഇൻട്രസ്റ്റ് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് അവിടെ വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദി ബാങ്ക് നമ്മുടെ പാസ്ബുക്കിലാണ് അത്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പാസ്ബുക്ക്
കൂടിയ നിലയിലായിരിക്കും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ പാസ്ബുക്കിൻ്റെ ബാലൻസ് ഇപ്പോൾ ഓൾറെഡി എന്താണ്? കൂടിയാണ് നിൽക്കുന്നത് അല്ലേ? ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞെടുത്ത് നിന്ന് കൂടിയതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡിൻ്റെ അണ്ടറിലാണ് ഇത് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തത് എക്സ്പെൻസ് ചാർജ്ഡ് ബൈ ദി ബാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ബാങ്ക് ചാർജുകൾ നമ്മളിപ്പോൾ ATM കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ഡെബിറ്റ് കാർഡിന് ഒരു ചാർജ് ഉണ്ടാവും. നമ്മൾ ചെക്ക് ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതിനൊരു ചാർജ് ഉണ്ടാവും. അങ്ങനെ പല ചാർജുകളും ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? ഈടാക്കും. അങ്ങനെ വരുന്നത് നമുക്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മളത് അക്കൗണ്ട് ചെയ്യില്ല. അപ്പോൾ പാസ്ബുക്കിൽ മാത്രമാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. അതുകൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടേക്കാണ് എത്തേണ്ടത്? പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ നിലവിൽ ക്യാഷ് ബുക്കിലായിരിക്കും ബാലൻസ് കൂടുതൽ. അപ്പോൾ ഈ കൂടുതൽ ഉള്ളതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് നമ്മൾ ലെസ് എന്ന് എഴുതി അതിൻ്റെ അണ്ടറിലായിരിക്കണം ഇങ്ങനെ ഒരു കാറ്റഗറി, ഇങ്ങനെ ഒരു എന്ത് വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ ടു ദി ബാങ്ക്. ഒരു കസ്റ്റമർ ബാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അറിയാൻ സാധിക്കില്ല. നമുക്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം കസ്റ്റമർ ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് പാസ്ബുക്കിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കുകയും ചെയ്യും. പക്ഷേ നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയ വിവരം നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോഴേ നമുക്കത് അക്കൗണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് എന്താണ്? ക്യാഷ് ബുക്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറവായിരിക്കും. പാസ്ബുക്കിലാണത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പാസ്ബുക്കിൻ്റെ ബാലൻസ് കൂടുതലായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞിടത്ത് നിന്നും കൂടിയതിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് ബിൽ കളക്റ്റഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ഇപ്പോൾ ഒരു ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരു സെയിൽ നടന്നു. ഒരു സെയിൽ നടക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്യാഷ് തരാം. അതല്ലെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യാം? ക്രെഡിറ്റ് സെയിലാക്കാം. അങ്ങനെ ക്രെഡിറ്റ് സെയിലാക്കുമ്പോൾ ഈ പാർട്ടി നമ്മളെന്ത് ചെയ്യും? ഈ പാർട്ടിക്ക് ഒരു ബില്ല് കൊടുക്കും. അതായത് 3 മാസത്തെ പീരീഡൊക്കെ ഉള്ള ഒരു ബില്ല് നമ്മൾ കൊടുത്തിട്ട് അതിൽ അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കും. ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ എമൗണ്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇത് പ്രസൻറ്റ് ചെയ്യാം, അത് കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ബാങ്കിനെ നമ്മളിത് ഏൽപ്പിക്കും ഈ ബില്ല് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബില്ല് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാങ്കിൽ കൊടുക്കും. ബാങ്ക് അത് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, അതിന് നമുക്ക് ഇത് കൂടാതെ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഇത് കളക്ട് ചെയ്യാം. നമ്മൾ 3 മാസം പീരീഡാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 3 മാസം കഴിയുമ്പോഴാണ് കളക്ട് ചെയ്യുക. അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? നമുക്ക് പൈസ തരും. പക്ഷേ അതിന് ചെറിയ ചാർജൊക്കെ ബാങ്ക് ഈടാക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ബില്ല്, ആ ബില്ല് കളക്ഷനായി നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ഷനായി നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോൾ അത് എവിടെയാണ് സംഭവിക്കുന്നത്? അത് പാസ്ബുക്കിലാണ് റിഫ്ലക്റ്റ് ആവുന്നത്.
നമുക്കത് അറിയാൻ സാധിക്കില്ല. നമ്മൾ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ എന്താണ്, പാസ്ബുക്കിൻ്റെ ബാലൻസ് ആയിരിക്കും കൂടി നിൽക്കുന്നത്, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞിടത്ത് നിന്നും കൂടിയതിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആഡ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിലാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് റൂൾസും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റും അതുപോലെ തന്നെ ഈ ഡിഫറൻസുകൾ വരുന്നതിൻ്റെ കാരണങ്ങളും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, Mr. Ajay Kumar found that his cash book was different from bank passbook as on 31st March 2020. Prepare a bank reconciliation statement to explain the difference from the following. അതിൽ കൊടുത്തിരിക്കുന്ന കേസുകൾ എങ്ങനെയാണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ₹8920. ഓക്കെ, check issued but not presented for payment for ₹3,900. Check for ₹4,750 deposited into the bank were not collected and credited. A customer has paid directly to Ajay Kumar's account a sum of ₹780 for which no entry is found in the cash book. According to standing instruction to the bank, they have paid Ajay Kumar's electric bill for ₹350, which remain to be recorded in the cash book. ഇതൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെ നമുക്കൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st March 2020. എന്നിട്ട് നമ്മൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ 31/3/2020 ബാലൻസ് എത്രയാണ്, 8920. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡിൻ്റെ ഒരു ഓപ്ഷൻ കൊടുക്കുക, പിന്നെ നമ്മൾ ലെസ്സിൻ്റെ ഒരു ഓപ്ഷനും കൊടുക്കുക. ഓക്കെ, അടുത്ത കേസ് എന്താ പറയുന്നത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് for ₹3,900. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ഈ കേസിൽ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ഇഷ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പാസ്ബുക്കിലെ ബാലൻസിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞിടത്ത് നിന്ന് കൂടുതലേക്ക് എത്താനായിട്ട് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ റിമൈൻഡ് ചെയ്യണം, നിങ്ങൾ ഓർത്തിരിക്കണം, എന്നിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത കേസ് എന്താ പറയുന്നത്, ചെക്ക് for ₹4,750 deposited into the bank were not collected and credited. ഓക്കെ, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൽ നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ അത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ക്യാഷ് ബുക്കിൽ സംബന്ധിച്ച് നമ്മുടെ മാനുവൽ ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതുന്നത് സംബന്ധിച്ച് നമുക്കത് കിട്ടിയെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബാങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല. ആ കേസിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ക്യാഷ് ബുക്ക് കൂടിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, പാസ്ബുക്ക് കുറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതിലേക്കാണ് എത്തേണ്ടത്, പാസ്ബുക്കിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എത്താനായിട്ട് നമ്മളതിനെ കുറച്ച് കാണിക്കും, അതായത് ലെസ്സിൻ്റെ അണ്ടറിൽ കാണിക്കും. ഓക്കെ, അടുത്തത്
A customer has paid directly to Ajay Kumar's account a sum of rupees 780, for which no entry is found in the cash book. ഒരാൾ 780 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് അക്കൗണ്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും? ആഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അത് വരിക. നമ്മൾ എൻ്റർ എഴുതുക ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ ടു ബാങ്ക് എമൗണ്ട്. ഓക്കെ, അടുത്ത കേസ്, അക്കോർഡിംഗ് ടു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ടു ദി ബാങ്ക് ദേ ഹാവ് പെയ്ഡ് അജയ് കുമാർസ് ഇലക്ട്രിക് ബിൽ ഫോർ rupees 350 വിച്ച് റിമെയിൻ ടു ബി റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഇതെന്ന് സംഭവിക്കുന്നത് ബിൽ പെയ്ഡ് ബൈ ദി ബാങ്ക് ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ നോട്ട് അപ്പിയറിംഗ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ അത് ഇല്ല. അപ്പം നമ്മൾ ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഇത് ലെസ് എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ലെസ്സിൻ്റെ അണ്ടറിൽ കൊടുത്തു. ഇനി അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടിനെയും ഈ ഇന്നർ കോളത്തിൽ നിന്ന് ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എത്രയാണ്? ടോട്ടൽ 4680 rupees. ലെസ് ചെയ്യേണ്ടതോ 5100. ഓക്കെ, ഇത് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ള ലെസ്സും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇങ്ങനെയായിരിക്കണം നമ്മളൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഞാനിത് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.